പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുമ്പോൾ ടി.പി. കേസ് പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവില്ല. ശിക്ഷ ഇളവിനായി റിപ്പോർട്ട് ചോദിച്ച കണ്ണൂർ ജയിൽ സൂപ്രണ്ടിനോട് ജയിൽ എ.ഡി.ജി.പി വിശദീകരണം തേടി. പ്രതികൾക്ക് ഇളവ് നൽകില്ലെന്ന് ജയിൽ മേധാവി അറിയിച്ചു. വി വിനോദ് വിവരങ്ങളുമായി ചേർന്നു. വിനോദ്, ഈ ശിക്ഷ ഇളവിനുള്ള അന്തിമ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നിയമപരമായി കഴിയില്ല എന്നറിഞ്ഞിട്ട് പോലും ടി.പി. കേസിലെ 3 പ്രതികളെ ജയിൽ മോചിതരാക്കാൻ സർക്കാർ നടത്തിയ വഴിവിട്ട നീക്കം നമ്മൾ കണ്ടതാണ്. അത് CPM-ന് തന്നെ തിരിച്ചടിയാവുന്നതും കണ്ടതാണ്. ഇപ്പോൾ ഇതാ അതിനൊരു മാറ്റം, പ്രതികൾക്ക് ഇളവ് നൽകില്ല എന്നാണ് ജയിൽ മേധാവി പറയുന്നത്. അതായത് ടി.പി. കേസ് പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് ലഭിക്കില്ല അല്ലെ? ആ നിലയ്ക്കുള്ള ഒരു കത്താണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വിശദീകരണം ചോദിച്ചുകൊണ്ടുള്ള കത്ത്, അതായത് കണ്ണൂർ സൂപ്രണ്ടിനോട് വിശദീകരണം ചോദിച്ചുള്ള ഒരു കത്തായിട്ടാണ് ഇത് പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ കൃത്യമായി മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ല, ഹൈക്കോടതി വിധി മനസ്സിലാക്കാതെയുള്ള ഇളവ് നൽകാനുള്ള നീക്കമാണ് നടന്നതെന്ന കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്. എല്ലാം ജയിൽ സൂപ്രണ്ടിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു നടപടി എന്ന നിലയ്ക്ക് തന്നെ കാണേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ജയിൽ സൂപ്രണ്ടിന്റെ മറുപടിയും വന്നിട്ടുണ്ട്. ഈ വിശദീകരണം ചോദിച്ചതിനുള്ള കത്ത് മറുപടിയായി അദ്ദേഹം നൽകിയിരിക്കുന്നത് 2022 സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന നിയമം അത് അനുസരിച്ചിട്ടാണ് ഈ തരത്തിലുള്ള ഇളവ് നൽകാനുള്ള നടപടിയിലേക്ക് പോയത്. അതായത് ജയിൽ മേധാവി ഹൈക്കോടതി വിധി ചൂണ്ടിക്കാട്ടുമ്പോൾ 2022 സംസ്ഥാന സർക്കാർ തന്നെ കൊണ്ടുവന്ന ഈ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തി കൊണ്ടുവന്ന നിയമമാണ് ഇപ്പോൾ ജയിൽ സൂപ്രണ്ട് ചൂണ്ടിക്കാട്ടുന്നത്. അത് തന്റെ പിഴവല്ല എന്ന കാര്യത്തിലാണ്. ഇപ്പോൾ ജയിൽ മേധാവിയുടെ കത്തിൽ ഇത് കൃത്യമായി പറയുന്നുണ്ട്. ഇവർക്ക് ശിക്ഷാ ഇളവ് ഉണ്ടാകില്ല എന്ന് പറയുമ്പോഴും നേരത്തെ ശിക്ഷാ ഇളവ് നൽകി പുറത്തിറക്കിയ ആ പട്ടിക ഇതുവരെയും റദ്ദാക്കിയിട്ടില്ല. ശരി, നന്ദി. വി വിനോദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.